അമേരിക്ക തന്നെ ഇത് പറയണോ? പിന്നെ വേറെ എവിടെ പറയട്ടെ? സ്വതന്ത്രം. ഞങ്ങളൊക്കെ അനേക സഭകൾ ഇന്ത്യയിൽ പ്രസംഗിക്കാൻ ഞങ്ങൾ പുൾപിറ്റേ കയറി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടി പിള്ളേരൊക്കെ വന്ന് ഇങ്ങനെ നിരന്നിരിക്കുക. ഇവിടെ ഉള്ള പിള്ളേർ വേറെ ആയത് ഭാഗ്യം. സ്വതന്ത്രം. ഓക്കെ, ഇവര് വന്നിങ്ങനെ നിരന്നിരിക്കും. ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ജോലി എന്തുവാ? വലിച്ചു നീട്ടുക. എടി എടുക്കുമ്പോ അറിയത്തില്ലേ ഇത് വലിച്ചാ നീളുന്നതല്ല. അല്ല, എടുക്കാൻ ചെല്ലുമ്പോ മമ്മി പറയണ്ടേ, എടി അത് വേണ്ട, ആ സൺഡേ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വലിച്ചാ നീളുന്ന ഐറ്റം അല്ല, അതാ നമുക്ക് വേണ്ടത് എന്നാര് പറയണം? മമ്മി എങ്ങനെ പറയാം? മമ്മി വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കും. അയ്യോ പാസ്റ്റർ, ഞങ്ങളുടെ കൾച്ചർ, ഞങ്ങളുടെ ക്ലൈമറ്റ് എന്ത് കുന്തം ആയിക്കോട്ടെ, എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ, പുസ്തകം അനുവദിക്കുന്നുണ്ടോ? നഗ്നത പ്രദർശിപ്പിക്കാൻ പുസ്തകം അനുവദിക്കുന്നുണ്ടോ? പിന്നെ നിന്റെ കൾച്ചർ. ഉഗാണ്ടെ പോയാലും പ്രമാണത്തിൽ നിൽക്കണ്ടോ? പ്രമാണത്തിൽ നിൽക്കണോ? ആമേൻ. ഹല്ലേലൂയ. യോഗ്യമായ വസ്ത്രധാരണം, ലജ്ജാശീലം, സൗന്ദര്യത്തെ കുറിച്ച് പറയുക. സുബോധത്തിന്റെ ആത്മാവ്. തീത്തോസിന്റെ ലേഖനത്തിൽ കാറ്റകൾ തിരിച്ചെഴുതിയിരിക്കുക. ബാലന്മാർ സുബോധമുള്ളവരായിരിക്കണം, വൃദ്ധന്മാർ യൗവനക്കാർ എല്ലാം സുബോധമുള്ളവരായിരിക്കണം. നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നത് തെറ്റല്ല, പക്ഷെ തലയിലെ സ്കാർഫ് താഴോട്ട് വീണാൽ അതറിയുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അല്ല, തീയെന്നും പയറെന്നും പറഞ്ഞ് ആ തലയിലെ സ്കാർഫും പോയി സാരിയും പോയി കിടന്ന് തലകുത്തി മറിയുന്നതല്ല ആത്മാവ്. ബോധം വേണം. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അനുസരണാശീലം. സൗന്ദര്യത്തെ കുറിച്ച് പറയുക ഒത്തിരി ഉണ്ട്, വിവരിക്കാൻ സമയമില്ല. ഒന്ന് സൗന്ദര്യം ഉണ്ടായിരിക്കണം. അപ്പൊ സഹോദരന്മാരെ പറഞ്ഞപ്പോ ഒരു വലിയ കയ്യടി. സഹോദരന്മാരും വലിയ ഒന്നുമില്ല. എന്തുവാ, രണ്ട് സൈഡും ക്രാച്ച് വടിച്ചിറക്കി മുട്ടനാടിന്റെ താടി പോലൊരു കഷ്ണം ചുണ്ടത്തും വെച്ച് കയറി വർഷിപ്പ് ലീഡർ. പുസ്തകത്തിൽ ഇല്ലാത്ത തസ്തികയാ വർഷിപ്പ് ലീഡർ. പുസ്തകത്തിൽ വർഷിപ്പ് ലീഡർ ഒരുത്തനുണ്ടായിരുന്നു, അവൻ വിട്ടുകൊണ്ട് താഴെ പോകും. അവന്റെ കസേര ഒഴിഞ്ഞു കിടക്കുക. അതുകൊണ്ട് ആ ഗുഡ് ന്യൂസിലൊക്കെ പരസ്യം വരുന്ന വർഷിപ്പ് ലീഡറെ ആവശ്യമുണ്ടെന്ന്. പുസ്തകത്തിൽ ഇല്ലാത്ത തസ്തിക ഉണ്ടാക്കുക വർഷിപ്പ് ലീഡർ. ഇവിടെ പാട്ടിന് ലീഡർ ആകാം. ഇരിക്കുന്നു, പാട്ട് ലീഡ് ചെയ്ത് തന്ന കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുന്നു. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് ലീഡറില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്നെ നടത്തി എന്റെ ദൈവം, എനിക്ക് ആഹാരം തന്ന എന്റെ ദൈവം, എന്റെ യാത്രകളിൽ എന്നെ സൂക്ഷിച്ചെന്റെ ദൈവം, എന്നെ അനർത്ഥങ്ങളിൽ വിടുവിച്ചെന്റെ ദൈവം, സർവോപരി നരകശിക്ഷയിൽ നിന്ന് എന്റെ പേര് വെട്ടി ജീവന്റെ പർദീസയ്ക്ക് എന്നെ അവകാശിയാക്കി തീർക്കാൻ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടത്തെ ഞാൻ ഓർത്ത് എന്റെ ഹൃദയം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കൊടുക്കുന്ന സ്തോത്രമാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. അല്ലാതെ ഒരുത്തോടെ പോരാ ഇവനാ തീരുമാനിക്കുന്നത്. പോരാ ഇല്ലാത്ത ഇവനാ തീരുമാനം. പോരാ കുറച്ചുകൂടെ ഇവനാ കുറച്ചുകൂടെ അളവ് തീരുമാനം. സ്വതന്ത്രം. വേറെ ചിലർ ഇറങ്ങിയിട്ടുണ്ട്. അടുത്തിരിക്കുന്നവരെ നോക്കി ഒന്ന് പല്ലളിച്ച് ഇതൊന്നും ദൈവസഭയ്ക്ക് ഇല്ലായിരുന്നു. ദൈവാസന്മാരെ ഈ കോമാളിത്തരങ്ങളെ അടുത്തിരിക്കുന്നോട് മസിലൊന്ന് വിടാൻ പറഞ്ഞ് മസില് വിവിധ വേദനയുമായി, വിവിധ ചിന്തകളുമായി, വിവിധ ഭാരങ്ങളുമായി കർത്താവിന്റെ അരുളപ്പാട് ഇന്നെങ്കിലും ദൈവം എന്നോട് ഇടപെടണം, എന്റെ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞ് വിവിധ സങ്കീർണമാകുന്ന വിഷയങ്ങളുമായി ഭാരപ്പെട്ട് ദൈവസഭയിൽ ഇരിക്കുന്നവരാ. അവരോട് ഇയാൾ വന്ന് ഈ വിളിക്കാൻ പറഞ്ഞൊന്ന് വിളിക്കാൻ ഒക്കുകയില്ല. ആവശ്യമില്ലാത്ത കുറെ കോമാളിത്തരങ്ങൾ ദൈവസഭയ്ക്കകത്ത് വിളിച്ചു കയറ്റി. ഇതൊന്നുമല്ല ദൈവസഭയുടെ സൗന്ദര്യം, ബോധത്തിന്റെ ആത്മ. വർഷിപ്പിലൂടെ കാണാൻ നല്ല രസമാ. ഈ തരത്തിലുള്ള കോലം കെട്ടി പാടുന്നോ, നിന്റെ രൂപവും പാവവും ഈ താടി ഇതാ കർത്താവിന്റെ രൂപം എന്നിലാകട്ടെ എന്ന് പോയി. തത്ത ഇറക്ക്. അബദ്ധത്തിലെങ്ങാനും എവനൊന്ന് കുനിഞ്ഞ അവൻ അകത്തിട്ടിരിക്കുന്നത് പുറത്ത് കാണും. അയ്യോ, കർത്താവ് കരയുക. ദൈവസഭയുടെ സൗന്ദര്യം
യോഗ്യമായ വസ്ത്രധാരണം, ലജ്ജാശീലം, അനുസരണയുള്ള മനോഭാവം. വചനം കേട്ട് മാർക്കിട്ട് പോവുകയല്ല, അതനുസരിക്കണം. എന്റെ ജീവിതത്തിൽ മിനിമം വേണം. നിങ്ങൾക്കറിയോ, 33 വയസ്സുള്ളവരിക നിങ്ങൾ എന്റെ പാസ്പോർട്ട് എടുത്ത് നോക്കിയോ? നിങ്ങളെ മുമ്പിൽ ഒരു അപ്പച്ച സ്റ്റൈലിൽ നിൽക്കുക. സ്വതന്ത്രം. ഹല്ലേലൂയ. ചിലർ പറയുന്നു ബദാം വൃക്ഷമൊക്കെ പൂത്തല്ലോ, അത്ര ഉള്ളതെന്ന്. ബദാം വൃക്ഷമൊക്കെ പൂത്തു. ഗോദ്രേജ് കമ്പനിയായിട്ട് വലിയ ബന്ധമില്ല, അതുകൊണ്ടാണ് പൂത്തിരിക്കട്ടെ. അമ്മേ, ഒരിക്കൽ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ പാൻറ് ഷർട്ടും ഒക്കെ ഇൻ ചെയ്ത് നിന്നുകൊണ്ടാണ് സ്റ്റേജിൽ പ്രസംഗിക്കുന്നത്. യൂട്യൂബിൽ കാണാം, പ്രസംഗിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഒരിക്കൽ ഒരു ദൈവദാസൻ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ, ഉപദേശം പ്രസംഗിക്കുന്നവരാണ് നമ്മൾ ഈ ഇൻഷർട്ട് ചെയ്ത് ഇങ്ങനെ കയറിക്കും. ഒന്നില്ല കോട്ടൊക്കെ ഇട്ടാൽ കുഴപ്പമില്ല, ഇച്ചിരി ഇറക്കം. കോട്ടില്ലാതെ നമ്മൾ ഷർട്ട് മാത്രം ഇട്ട് ഇങ്ങനെയൊക്കെ കയറി നിൽക്കുമ്പോൾ മുമ്പിൽ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ അതൊരു സുഖമല്ല, അതൊരു ബോറാണ്. നിർത്തി ഷർട്ടെല്ലാം ഭാര്യ ദേവദാസന്മാർക്ക് കൊടുത്തു. അന്ന് കയറ്റിയതായി സാധനം. വേണ്ട. ഇപ്പൊ എന്തോ സംഭവിക്കുന്നത്? ആരും നോക്കത്തില്ല. നോക്കണ്ട, ഒരു ഭാര്യയും 2 മക്കളും ഉണ്ട്. ആമേൻ. മനസ്സിലായി? നിങ്ങൾ നോക്ക്, വർഷങ്ങളായി ഒരു മത വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന മുസ്ലിങ്ങളെ നോക്ക്. അമേരിക്ക ഒന്നും അവൻ വെറുതെ മാറ്റത്തില്ല. അവന്റെ പ്രമാണം അനുസരിച്ചുള്ള ചിട്ടയനുസരിച്ച് ലോകത്തിന്റെ ഏത് കോണി പോയാലും അവൻ ദൈവത്തെ ആരാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഓടി വരാൻ ചിന്തയിലേക്ക്, സമയമില്ല. 10 മിനിറ്റ്, ഇനി 11 മിനിറ്റ് ബാക്കിയുള്ളൂ. ഓടി വരാൻ വിഷയത്തിലുണ്ട്. ഒന്ന് സൗന്ദര്യം, 2 ദൈവസഭയുടെ ക്വാളിറ്റി, യുവത്വം ഉണ്ടായിരിക്കണം. ആഹാ, യുവത്വം. അവിടെ നാളെ തൊട്ട് തല നരച്ചവരാരും ഇതിനകത്തോട്ട് വന്നേക്കരുത്, ആണോ? അല്ലല്ലല്ല. ദൈവസഭയുടെ യുവത്വം എന്ന് പറഞ്ഞ ആത്മീയ യുവത്വം. കാലേബ് പറഞ്ഞ പോലെ, എന്റെ ഭൗതിക ശരീരം 85 ആയെങ്കിലും എന്റെ അകത്ത മനുഷ്യൻ ഇന്നും അവനോട് ഒരു വെട്ടുവാൻ ആത്മാവിൽ റെഡിയോ. ആത്മീയ യുവത്വം. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ? യൂത്ത് നോക്ക്, പിള്ളേരെ എന്തെങ്കിലും കൊണ്ട് ഏൽപ്പിക്ക്. ഒരു ചാടിച്ചാടി നിൽക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകട്ടെ. ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ നേരെ തിരിച്ചാ, പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. സുന്ദരനായ സുന്ദരിയോ സെറ്റോ. അകത്ത് കിടക്കുന്നവൻ പട്ടിണി കിടന്ന് ഉണങ്ങി. കാര്യം അകത്ത് കിടക്കുന്ന മനുഷ്യന് കിട്ടേണ്ട ആഹാരം ദൈവത്തിന്റെ വചനമാണ്. അത് കിട്ടുന്നത് ഞായറാഴ്ച ഒരു നേരമാണ്. ആമേൻ. യുവത്വം ഉണ്ടായിരിക്കണം. കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വന്നാൽ ആട്ടെ, നമുക്കത് ചെയ്യണം. കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകളെ ഓർത്താൽ നാം എന്ത് ചെയ്താൽ പകരമാകും എന്നൊരു വലിയ വെളിപ്പാടകത്തുണ്ടായിരിക്കണം. യുവത്വം. 3 കൂടി വരാം. കന്യകത്വം എന്ന് പറഞ്ഞാൽ മലിനപ്പെടാത്തവളായിരിക്കണം മണവാട്ടി. കർത്താവിന് വേണ്ടി, മണവാളിന് വേണ്ടി ഒരുക്കപ്പെട്ട മണവാട്ടി. സാമ്പത്തികം ഇല്ല, അപ്പോ സാരമില്ല, അതോ പിന്നെ ഉണ്ടാവും. അവർക്ക് വലിയ സൗന്ദര്യം ഇല്ല, അപ്പോ വേണ്ടെന്നേ, സൗന്ദര്യം കൊണ്ട് ഇച്ചിരി തീ മുഖത്തോട്ട് വീണാൽ തീർന്നു. സിനിമാ നടിയുടെ ഗ്ലാമർ ഉണ്ടെന്ന് പറഞ്ഞ മുഖത്ത് ഇച്ചിരി തീ വീഴട്ടെ. അന്നേരം സ്നേഹിക്കുന്ന അച്ചാച്ചന്മാർ എത്ര പേരുണ്ടെന്ന് കാണാം. ഒക്കെ പോട്ടെ, കുഴപ്പമില്ല. സമ്പത്ത് അതൊക്കെ ഉണ്ടാവും, കുടുംബ മഹിമ ഒക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഏതൊരു പുരുഷനും താൻ കെട്ടാൻ പോകുന്ന മണവാട്ടിയെ കുറിച്ച് ന്യായമായി പറയുന്ന ഒരു ഡിമാൻഡ്, അവൾ മലിനപ്പെടാത്തവളായിരിക്കും. വേറൊന്നും വിഷയമല്ല, അവൾ മലിനപ്പെടരുത്. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിയെ നീ ലോകത്തോടുകൂടെ മലിനപ്പെടരുത്. ഒന്നുകിൽ ലോകം, അല്ലെങ്കിൽ ആത്മീയം, രണ്ടും കൂടെ ചേർന്ന് പോകത്തില്ല. ഞാൻ എന്റെ ചിന്താ വിഷയത്തിലേക്ക് ഓടി വന്ന് അവസാനിപ്പിക്കാം. 3 ക്വാളിഫിക്കേഷൻ ഉള്ള മണവാട്ടി. ഇത് 3 മണിക്കൂർ പ്രസംഗ. സൗന്ദര്യം, യുവത്വം, കന്യകത്വം. 3 വിവരിക്കണം തെളിവുകളുടെ അടിസ്ഥാനം. ചില പറയും പക്ഷേ ഈ സൗന്ദര്യം അത് സഹോദരിമാരെ കുറിച്ചാ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. കുഞ്ഞെ, സഹോദരിമാരെ കുറിച്ചും സഹോദരന്മാരെ കുറിച്ചും പറഞ്ഞതിന്റെ ഒടുവിൽ പൗലോസ് ഒരു മർമ്മം കൊണ്ട് കോട്ട് ചെയ്ത് അവസാനിപ്പിച്ചത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറഞ്ഞത്. ഇത് മർമ്മമാണ്, വിവരിക്കാൻ സമയമില്ല, അതുകൊണ്ട് വിടുക. ഈ 3 ക്വാളിഫിക്കേഷൻ ഉള്ളവരെ നേരെ രാജാവിന്റെ മുമ്പിലോട്ട് കൊണ്ടുപോയി അങ്ങ് നിർത്തും എന്നല്ല. വായിക്കണം.
ആമേൻ. സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെ ശേഖരിച്ച് അടുത്തൊരു കടമ്പയുണ്ട്. ശൂഷൻ രാജധാനിയിലെ അന്തഃപുരത്ത് രാജാവിന്റെ ഷണ്ണനായി അന്തഃപുര പാലകനായ ഹേഗായുടെ വിചാരണ ഏൽപ്പിക്കുകയും ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ. ഗൗരവകരമായി അറിഞ്ഞിരിക്കേണ്ട ഒരു മർമ്മം, ഈ യോഗ്യതയുള്ള മണവാട്ടിയെ നേരെ കെട്ടിവലിച്ചങ്ങ് രാജാവിന്റെ അടുത്തോട്ട് എടുക്കുക അല്ല. അതിനിടയ്ക്കൊരു പ്രോസസ്സുണ്ട്. കാര്യസ്ഥനാകുന്നവന്റെ കയ്യിൽ ശുദ്ധീകരണത്തിന് ഏൽപ്പിക്കണം. അത് നിഴല. അവിടുത്തെ നിഴലായ കാര്യസ്ഥൻ ഹേഗായി എങ്കിൽ ഇന്ന് പൊരുളായ ഒരു കാര്യസ്ഥന്റെ കയ്യിലാ മണവാട്ടി കിടക്കുന്നത്. ഞാൻ പോയിട്ട് പിതാവിന്റെ അടുക്കൽ നിന്നും സത്യത്തിന്റെ ആത്മാവെന്നൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന്റെ കയ്യിലാ ഇന്ന് സഭ കിടക്കുന്നത്, മണവാട്ടി കിടക്കുന്നത്. എന്തിനാ നമ്മൾ എഴുതി? ശുദ്ധീകരണത്തിന്. അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ. ശുദ്ധീകരണത്തിന്. എന്താ ശുദ്ധീകരണം? എന്റെ കയ്യിൽ ഇച്ചിരി അഴുക്ക് പറ്റിയേ, ഞാൻ ഇച്ചിരി പൗഡർ എടുത്ത് അതിന്റെ പുറത്തിട്ടു, ഇച്ചിരി ക്രീമും വാരി തേച്ചു, ഇച്ചിരി സ്പ്രേ എടുത്ത് അതിന്റെ പുറത്ത് അടിച്ചു, തട്ടിപ്പൊത്തി. ഇതാണ് ശുദ്ധീകരണം. ആണോ വച്ചാ? അല്ല. പിന്നെന്തോ വെച്ചാ ശുദ്ധീകരണം? അത് കഴുകി വൃത്തിയാക്കുന്ന ശുദ്ധീകരണം അല്ലേ? പക്ഷേ ഇന്ന് തട്ടിപ്പൊത്താ നടക്കുന്നത്. മനസ്സിലായില്ല? തലേന്ന് രാത്രി മറിയാമ്മ കറിയാച്ചനോട്, കാലമാണോ നിന്റെ മണ്ട ഇട്ടി കൊത്തുകൂടാ. ഭർത്താവിനോട്, അയ്യോ പാവപ്പെട്ടവനെ ചവിട്ടി കൂട്ടി മൂലയിലാക്കി. എന്നിട്ട് വേദപുസ്തകം എടുത്തിട്ട് പറയും, എന്നെ ശല്യപ്പെടുത്തരുത്, എനിക്ക് പ്രാർത്ഥിക്കണം. നേരെ ഒരു വാതടച്ചു. ആരും കൈ പൊക്കല്ലേ? ചിലർ ദൂരം ഏറ്റെടുക്കും. എന്റെ കാര്യമാണ്. വേണ്ട കൈയൊന്നും പൊക്കണ്ട. ആമേ. വാതിലടച്ചു. അച്ചായനെ കാലാന്ന് വിളിച്ചിട്ടാണ് കഥ കടച്ചത്. ഏത് യേശുവായി പ്രാർത്ഥന കേൾക്കുന്നത് എനിക്കിന്ന് വരെ പിടി കിട്ടിയിട്ടില്ല. പിറ്റേന്ന് രാവിലെ സഭയിൽ വന്നിരുന്നു. ഭയങ്കര അന്യഭാഷ. ആരാ അന്ന് പ്രസംഗിക്കാൻ വന്ന? ആരാ? അല്ലെ ആരാ? കാലഘട്ടത്തിന്റെ പ്രവാചകൻ. ഇത് കേട്ടപ്പോഴത്തേക്ക് അറിയാമ്പടെ ചങ്കിടിക്കാൻ തുടങ്ങി. പ്രവാചകൻ എന്താ ചങ്കിടിക്കാൻ കാര്യം? ഇന്നലെ കാലാന്ന് വിളിച്ചതല്ല, ഇന്ന് എല്ലാരും മുമ്പിൽ ഭയങ്കര അന്യഭാഷക്കാരിയായിട്ടൊക്കെ ഇരിക്കുക. കുടഞ്ഞെന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് പ്രവാചകൻ രംഗത്തിറങ്ങി. ഉടനെ അറിയാമോ, എൻ്റെ അടുത്ത് വരല്ലേ, എൻ്റെ അടുത്ത് വരല്ലേ, എൻ്റെ അടുത്ത് വരല്ലേ, എൻ്റെ അടുത്ത് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആമേ. ചിലരങ്ങനെ വരല്ലേ എന്നും പ്രാർത്ഥിക്കും. ഞാനൊക്കെയാണെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോലും വരൂല, പേടിയാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോവുക. കുഴപ്പമില്ല. സ്വത്രം. സംഗതി ഇങ്ങനെയാ കേട്ടോണേ. എൻ്റെ അടുത്ത് വരല്ലേ വരല്ലേ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പ്രവാചകൻ ആരെടുത്ത് വന്നു? അറിയാമെടുത്തു. തലയിലോട്ട് കൈ വെച്ചു. മകളെ, നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും എന്റെ ആത്മാവ് കണ്ടിരിക്കും. നിന്നെ ഞാൻ മാനിച്ച് അനുഗ്രഹിക്കാൻ പോവാ. ഈ ഉപവാസം പോലും നിനക്ക് വേണ്ടി വെച്ചാൽ ആത്മാവ് സംസാരിക്കും. ഇതാണോ പരിശുദ്ധാത്മാവ്? ഇതാണോ ശുദ്ധീകരണം? ഇത് കേട്ട മറിയാമ്മയുടെ ഹൃദയത്തിൽ ന്യായമായ ഒരു ചിന്ത വന്നു. അപ്പൊ കാലാന്ന് വിളിക്കുന്ന ഒരു തെറ്റല്ല. തെറ്റായിരുന്നു. ഇത്രയും പേര് ഇവിടെ ഇരുന്ന കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് മാത്രം ദൂത് പറയും. അപ്പൊ ദൈവം എന്നെ എത്ര സ്നേഹിക്കുന്നു നോക്കാം മാമൻ. നാളെ തൊട്ട് കാലാന്ന് വിളിക്കാം. ഇതല്ല പരിശുദ്ധാത്മാവ്, ഇതല്ല ശുദ്ധീകരണം. പരിശുദ്ധാത്മാവ് പറയത്തില്ലേ? പറയും. പ്രവാചകന്മാരില്ലേ? ഉണ്ട്. എങ്ങനെ പറയും? മകളെ, നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും എല്ലാം ദൈവത്തിന് പ്രസാദ. പക്ഷെ നിന്റെ നാക്കിന് നീ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ തമ്പുരാൻ നിന്നെ അടിച്ചെടുത്ത് ദൂരക്കളയെന്ന് പറഞ്ഞാൽ അവനാണ് ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകൻ. ഉണ്ടോ പ്രവാചകൻ അമേരിക്കയിൽ? സ്വീകരിക്കാൻ നമുക്ക് തെളിവ്. രമ്യ പ്രവാചകന്റെ പുസ്തകം 23:16 വായിച്ച് അവസാനിപ്പിക്കാൻ പോവാം. ഇനി വാക്യം എടുക്കുന്നില്ല, വായിച്ച് അവസാനിപ്പിക്കാം. 16. എങ്ങനെ അറിയും പാസ്റ്റേ? വണ്ടിക്കണക്കിന് വന്നങ്ങ് ഇറങ്ങുവാ ഇവിടെ. ഞങ്ങൾ എങ്ങനെ അറിയും? അറിയാനുള്ള വഴി പുസ്തകം പറഞ്ഞു തന്നിട്ടുണ്ട്. വായിക്ക. 16. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അയ്യോടാ, കേൾക്കരുതെന്നും പുസ്തകത്തിലുണ്ടോ? പുസ്തകം വായിക്കണം. കേൾക്കരുത്. എന്തുകൊണ്ട് കേൾക്കരുത്? അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. കണ്ടോ? ചിലർ പറഞ്ഞ കേട്ടിട്ടില്ലേ? എന്റെ ആത്മാവ് പറയുന്നു. സത്യമാണ്, പുള്ളിയുടെ ആത്മാവ്. കേക്കണേ കേക്കണേ. എനിക്ക് ഭയങ്കര എതിരാ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്നെ മുസ്ലിങ്ങൾ കൊല്ലത്തില്ല, കൊല്ലുന്ന പെന്തിക്കോസുകാരൻ. കാരണം ഉമ്മാരെല്ലാം കഞ്ഞൂടി മുട്ടിക്കൊണ്ടിരിക്കുക. സ്വതന്ത്രം. ഈ തലയിലതാ ഈ ഒരു മുടി താഴോട്ട് വീണമെങ്കിലുണ്ടല്ലോ, എന്റെ ദൈവം അറിയാതെ സംഭവിക്കുക. അതിന് ചങ്കൂറ്റം ഉള്ളത് കൊണ്ടാ.
നാട്ടിൽ ജനിച്ചു വളർന്ന പട്ടണത്തിലെ കവലയിൽ കറിയാച്ചൻ കൊല്ലോന്നല്ല, ഷമീർ കൊല്ലോ എന്ന പേരിൽ നിന്നുകൊണ്ട് ഉലകത്തിലൊരു ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു ആണ് പ്രസംഗിക്കാനുള്ള ചങ്കൂറ്റമുള്ളത് മസിൽ പവർ കൊണ്ടല്ല, എന്റെ തമ്പുരാൻ അറിയാതെ തലയുടെ മുടിനാളിയുടെ പൊടിയെത്തി ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ എന്നെ കാപ്പാൻ അവൻ ശക്തനാണ്. അയ്യോ പാസ്റ്റർ, ഞങ്ങൾ എങ്ങനെ അറിയും ഇതിപ്പം ദൈവം അയച്ചതാണോ അയക്കാത്തയാണോ? അടുത്ത വാക്ക് 17-ാം വാക്ക്. ആമേൻ. എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. കണ്ടോ, ദൈവത്തെയും വചനത്തെയും അനുസരിക്കാതെ തെക്ക് വടക്ക് നടക്കുന്നവരോടും നിനക്ക് സമാധാനം ഉണ്ടാകുമെന്ന് അവർ പറയും. അടുത്തത്, തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം തീർന്നില്ല മാറ്റല്ലേ, തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷവും വരത്തില്ലെന്ന് അവർ പറയും. അതല്ലേ പറയുന്നേ? സ്വന്തം ഹൃദയത്തിലെ ശാഠ്യം അനുസരിച്ച് ആരാധനയ്ക്ക് വരാതെയും കണ്ട വഴിയും പോയ വഴിയും നോക്ക്, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളിൽ ഇടപാട് നടത്തിയും ദൈവഹിതമല്ലാത്ത ഫോൺ കോളിന് ചെവി കൊടുത്തും ബാത്റൂമിൽ കയറി മിസ് കോൾ അടിച്ചും തലയുടെ അടി വെച്ചും മെസ്സേജ് അയച്ചും ആരാധനയ്ക്കകത്ത് ആപ്പ് തോണ്ടിയും ഇരിക്കുന്നവന്റെ അടുക്കച്ചെന്ന് നിനക്ക് ദോഷം വരത്തില്ലെന്ന് പറയും. ആമേൻ. മനസ്സിലായോ? ഞാനിവിടെ വന്നു കഴിഞ്ഞ ഒരു ഞായറാഴ്ച ആണെന്നുള്ള കാര്യം മറന്നുപോയി. ഒരു പാസ്റ്റർ ഫോണിൽ വിളിച്ചോ, പിന്നെ ഓർത്ത് അയ്യോടാ അവിടെ പകലല്ലയോ, ആരാധന സമയം ആയിരിക്കുമല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് പിന്നെ ഫോണങ്ങ് വെച്ചു. ഉടനെ എനിക്ക് മെസ്സേജ് വരിക വാട്സാപ്പില്, ഞാൻ ആരാധനയിൽ ഇരിക്കുക, തീർന്നിട്ട് വിളിക്കാം പാസ്റ്റർ. സ്വന്തം ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിനക്കൊരു ദോഷവും വരുത്തില്ല എന്നവർ പറയുന്നു. അല്ലേ? സകല സൂത്രം കാണിച്ച് 3 പെണ്ണ് കെട്ടിയ ശശി തരൂരിനോട് ഒരുത്തം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു നിന്നെ മന്ത്രിയാക്കും. 3 പെണ്ണ് കെട്ടിയവനോ, അവനും പ്രവാചകൻ. ഇവിടെ ഒക്കെ വന്ന് ഇറങ്ങി മാറിക്കൊണ്ട് പോയതാ. ഞാൻ പേര് പറയുന്നതല്ല, പിന്നെ എനിക്കിവിടെ പല ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കുക, മറ്റേ എല്ലാ അഡ്രസ് സഹിതം പറയുന്നവനാ. ഞാൻ നിർത്തുക, സമയമായി. ശ്രദ്ധിച്ചു കേട്ടോണം. ആമേ. സ്വന്തം ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നതൊക്കെ നിങ്ങൾക്കൊരു ദോഷവും വരികയില്ലെന്ന് പറയും. ഇനി അവര് ദൈവത്തിന്റെ പ്രവാചകനായിരുന്നെങ്കിലോ അത് കൂടെ വായിച്ചങ്ങ് നിർത്തുക. 22-ാം വാക്യം വായിച്ചു. പ്രസംഗിക്കുന്നൊന്നുമില്ല, വായിച്ചു. 22-ാം വാക്യം. അവർ എന്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നെങ്കിൽ, തമ്പുരാൻ പറയാ, അവർ എന്റെ പ്രവാചകന്മാരായി എന്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും അവരെ മടക്കി വരുത്തുമായിരുന്നു. നിനക്ക് ഇക്കിളിപ്പെടുത്തുന്ന ദൂത് പറഞ്ഞ് നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന 500 എന്റെ പോക്കറ്റ് വരുത്തുകയല്ല, നിന്റെ കുറവ് വെളിപ്പെടുത്തി, നിന്റെ ബലഹീനത വെളിപ്പെടുത്തി, നിന്റെ അകൃത്യം വെളിപ്പെടുത്തി ഇനിയും തമ്പുരാനോട് അടുക്കുവാൻ നിത്യതയ്ക്ക് തടസ്സമായി നിന്റെ ജീവിതത്തിൽ ഒളിഞ്ഞും മറഞ്ഞു വിരിക്കുന്നതിന് നിനക്ക് ബോധം വരുത്തി നിന്റെ തമ്പുരാനോട് അടുപ്പിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ പ്രവാചകൻ. അങ്ങനെ ശുദ്ധീകരിച്ച് രാജാവിന്റെ സന്നിധിയിൽ നിൽക്കാൻ മുറ വന്നപ്പോൾ ഹേഗായിയാണ് എസ്തേറിനെ രാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയത്. അത് നിഴല, അതിന്റെ പൊരുള്. കാഹളം മുഴങ്ങുമ്പോൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ സഭയാകുന്ന മണവാട്ടിയെ കൊണ്ട് അന്ത്യാകാശ മണിപ്പന്തലിൽ നിർത്തും. രാജാവ് പ്രസാദിച്ചിട്ട് എസ്തേറിന്റെ തലയിൽ കിരീടം വെച്ചതുപോലെ നാമും പ്രതിഫലങ്ങളെ പ്രാപിക്കുന്ന ഒരു ദിനം ഇതാ വേഗത്തിൽ അടുത്തു വരുന്നു.